6 യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്ന റേഞ്ച് എക്സാക്ട്ലി നമുക്ക് കിട്ടിയിരിക്കും. ഒരു 3 to 4% ആകുന്നത് വരെ വെഹിക്കിൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ആ 3 to 4% വരെ പെർഫെക്റ്റ് ആയിരിക്കും. വെഹിക്കിൾ നോർമലി ബിഹേവ് ചെയ്യും. ഒരു ആക്സിലറേഷൻ ഡിലേയോ ഒരു റെസ്പോൺസ് കുറവോ ടോർക്ക് ലിമിറ്റേഷനോ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. വളരെ പെർഫെക്റ്റ് ആണ്. നമ്മൾ ട്രിപ്പുകൾ കറക്റ്റായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ EV6 ബെസ്റ്റാണ് ശരിക്കും. വേറൊരു കാര്യം 6 നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സോ നമ്മൾ ആക്സിലറേറ്റ് ചെയ്ത് ക്രൂസ് ചെയ്ത് പോകുന്ന സിറ്റുവേഷനിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് റീജൻ ലെവല് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും ഇത് ഇൻക്രീസ് ചെയ്യുന്നതുമായിട്ടുള്ള 2 ബട്ടണുകളാണ്. അതേ ബട്ടൺ തന്നെ നമ്മുടെ TGS ലിവറിൽ കൊടുത്തിട്ടുണ്ട്, പ്ലസ് ആൻഡ് മൈനസ്. ഈ കാണിച്ചിരിക്കുന്ന പ്ലസ് ആൻഡ് മൈനസ്. സോ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റീജൻ അങ്ങ് ടോപ്പ് ലെവലിലേക്ക് ആക്റ്റീവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെല്ലെ വെഹിക്കിൾ സ്ലോ ആയിക്കോളും. സോ അവിടെ ബ്രേക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റീജൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു എമൗണ്ട് ഓഫ് കറണ്ട്, വീൽസ് മോട്ടറിനെ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചൊരു എമൗണ്ട് ഓഫ് കറണ്ട് അതിൽ ബാറ്ററിയിലേക്ക് ചാർജ് ആകും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജൻ കംപ്ലീറ്റ്ലി അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഒഴുകി പോകുന്ന പോലുള്ളൊരു ഫീലാണ്. കംപ്ലീറ്റ്ലി റീജൻ ഓഫ് ചെയ്തിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 0 ആണ് കൺസംഷൻ. ബട്ട് ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്നില്ല, ബട്ട് വെഹിക്കിളിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്മൂത്താണ്, ഒഴുകി പോകുന്നൊരു ഫീല്. ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് കയ്യിൽ നിന്ന് വണ്ടി അങ്ങ് ഒഴുകി പോകുന്ന പോലുള്ളൊരു ഫീല് വരും. യൂസ് ചെയ്ത് കുറച്ച് നമ്മളുടെ മൈൻഡ് കുറച്ച് യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. സോ റീജൻ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം റേഞ്ച് കിട്ടും നമുക്ക്. അതാണ് റീജൻ ഓഫ് ചെയ്ത് ഓടിക്കുന്നതിൻ്റെ ഒരു ഗുണം. പിന്നെ ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ആൻഡ് മൈനസ് ബട്ടണും അതേ ഫങ്ഷൻ തന്നെയാണ്. നമുക്ക് റീജൻ ഓഫ് ചെയ്യാം. ഇപ്പോൾ റീജൻ ഓഫായിട്ടുണ്ട്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും നമുക്ക് ബ്രേക്ക് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% റീജനറേഷനിലേക്ക് 3rd ലെവൽ റീജൻ ആക്റ്റീവ് ആവും. റീജൻ ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെഹിക്കിൾ സ്ലോ ഡൗൺ ആവും. ബ്രേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൊരു ഫീല് വരും. ബ്രേക്ക് ചെയ്യുന്നത് പോലെ തന്നെ പാരലലി ടെയിൽ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് ഇലിമിനേറ്റ് ആകും ഒരു ഇമ്മീഡിയറ്റ് റീജനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ റേറ്റ് ഓഫ് ഡീസലറേഷൻ നോക്കിയിട്ട് ബ്രേക്കിംഗ് ലൈറ്റ് എനേബിൾ ചെയ്യും.